ഹലോ. മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സത്യൻ. അദ്ദേഹം മരിച്ചിട്ട് ഈ ജൂൺ 15-ന് 55 വർഷമാകുന്നു. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച ഉജ്ജ്വലമായ കഥാപാത്രങ്ങളിലൂടെ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഏടുകളിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സുകളിൽ മായാതെ മങ്ങാതെ നിലകൊള്ളുന്നു. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിലെ ശക്തവും വൈവിധ്യപൂർണവുമായ വേഷങ്ങളിലൂടെ അറിയപ്പെടുന്ന അദ്ദേഹം ഇന്നും യുവതലമുറയ്ക്ക് ഒരു പാഠശാലയാണ്. അന്ന് മിക്ക കലാകാരന്മാരും നാടകീയമായ പ്രകടനശൈലി പിന്തുടർന്ന കാലത്ത് റിയലിസ്റ്റിക്കായ അഭിനയശൈലിയിൽ പ്രാവീണ്യം നേടിയ ആദ്യത്തെ വ്യക്തികളിൽ ഒരാളായിരുന്നു സത്യൻ. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് പിന്തുടരാൻ കഴിയുന്ന മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയും കഥാപാത്ര തെരഞ്ഞെടുപ്പുകളും. യാതൊരു ഇമേജിനും അടിമപ്പെടാതെ അഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ കാഴ്ചവെച്ച മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ. അധ്യാപകനായും സൈനികനായും പോലീസ് ഓഫീസറായും ഒക്കെ മികച്ച സേവനം നടത്തിയതിനു ശേഷം 40-ാം വയസ്സിലാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത്. അന്നു മുതൽ 2 പതിറ്റാണ്ടോളം അസാധാരണമായ സിനിമകളിലൂടെ അദ്ദേഹം മലയാള സിനിമ ഭരിച്ചു. 1952-ൽ പുറത്തിറങ്ങിയ ആത്മസഖി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ നീലക്കുയിലാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത്. സമൂഹത്തിലെ തൊട്ടുകൂടായ്മയെക്കുറിച്ച് സംസാരിച്ച സിനിമ മലയാളത്തിലെ മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടി. ദേശീയ അവാർഡുകളിൽ പരാമർശം ലഭിച്ച ആദ്യ മലയാള സിനിമയായ നീലക്കുയിൽ സത്യനെ ഒരു താരമാക്കി മാറ്റി. തുടർന്ന് നിരവധി സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി. കടൽപ്പാലം, ഓടയിൽ നിന്ന്, വാഴ്വേമായം, യക്ഷി, കരിനിഴൽ, അനുഭവങ്ങൾ പാളിച്ചകൾ, കരകാണാക്കടൽ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. സ്വാഭാവികമായതും അനായാസേനയുമായ അദ്ദേഹത്തിന്റെ അഭിനയ രീതി. മലയാള സിനിമയിൽ ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. കടൽപ്പാലത്തിലെ അച്ഛനും മകനുമായിട്ടുള്ള ഇരട്ട വേഷത്തിനായിരുന്നു അവാർഡ്. സത്യന് പകരം വയ്ക്കാൻ മറ്റൊരു നടൻ അത്തവണ ഇല്ലായിരുന്നു. മരണാനന്തര ബഹുമതിയായി കരകാണാക്കടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം ഒരിക്കൽ കൂടി സംസ്ഥാന അവാർഡ് നേടി. KS സേതുമാധവൻ, A വിൻസെന്റ്, രാമു കാര്യട് തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ സ്ഥിരം നായകനായിരുന്നു അദ്ദേഹം. തൻ്റെ സ്വാഭാവികമായ അഭിനയം തേച്ചുമിനുക്കുകയും വിജയം കൊയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പര്യായമായിരുന്നു സത്യൻ. സെറ്റുകളിൽ അച്ചടക്കം പാലിക്കുന്നത് മുതൽ കഥാപാത്രങ്ങളുടെ പൂർത്തീകരണത്തിനായി തൻ്റെ വേദനകൾ അവഗണിച്ച് അഭിനയിക്കുന്നതുവരെ. രക്താർബുദം ബാധിച്ച സത്യൻ തൻ്റെ വേദനകളെ നിസ്സാരമാക്കി തൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റാനാണ് പ്രാധാന്യം കൊടുത്തത്. അവസാന നാളുകളിലും അദ്ദേഹം ജോലി തുടർന്നു. രോഗവുമായി മല്ലിട്ടിട്ടും അദ്ദേഹം ഒരിക്കലും തൻ്റെ ഷെഡ്യൂളുകൾ നഷ്ടപ്പെടുത്തിയില്ല. കുട്ടിയെടുത്തിയ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ചിത്രീകരണ സമയത്തും വലിയ വേദന അനുഭവപ്പെട്ടിട്ടും ചില ആക്ഷൻ സീക്വൻസുകൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. എല്ലാ ദിവസവും ക്ഷീണിതനായി അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് മടങ്ങി. തൻ്റെ ജോലിക്ക് വേണ്ടി അവസാന ഊർജവും അദ്ദേഹം ഉപയോഗിച്ചു. രോഗത്തിൻ്റെ ഏറ്റവും മോശം ഘട്ടങ്ങളുമായി മല്ലിടുമ്പോഴും അദ്ദേഹം കൃത്യസമയത്ത് സെറ്റിലെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം ഇടയ്ക്കിടെ രക്തം മാറുന്നതിനായി ആശുപത്രിയിൽ പോവുകയും പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. സ്വയം കാറോടിച്ചാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയിരുന്നത്. അനുഭവങ്ങൾ പാളിച്ചകൾ ചിത്രീകരിച്ച സമയത്ത് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണപ്പോഴും അദ്ദേഹം സ്വയം കാറോടിച്ച് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ തന്നെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളായിരുന്നു അത്. പുലർച്ചെ 4:30-യോടെ 1971 ജൂൺ 15-ന് 59-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.